അപേക്ഷിക്കാൻ കഴിയുക. ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2025 വർഷത്തെ നികുതി അടച്ച രസീറ്റ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള രേഖകളാണ് വേണ്ടത്. രോഗികളാണ് എങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം. മൊത്തം നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കുന്ന രേഖകൾ പരിശോധിച്ച് മിനിമം മാർക്കുകൾ കണക്കാക്കുകയും 30 മാർക്ക് മിനിമം ലഭിക്കുന്നവർക്കാണ് BPL ലിസ്റ്റിന് അർഹത ഉണ്ടാകുക. എന്നാൽ ഈ അർഹത ഉള്ളവർക്ക് എല്ലാവർക്കും മുൻഗണന റേഷൻ കാർഡ് ലഭിക്കില്ല. മൊത്തം കേരളത്തിൽ വന്നിട്ടുള്ള BPL വിഭാഗത്തിൽ വന്നിട്ടുള്ള ഒഴിവുകൾ ഓരോ ജില്ലക്കും ഓരോ താലൂക്കിനും ഭാഗിച്ച് നൽകിയതിനു ശേഷം അവിടെ വരുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണന റേഷൻ കാർഡുകൾ ലഭിക്കുക. അപ്പോൾ അർഹരായിട്ട് ഒരുപാട് ആളുകളെ തിരഞ്ഞെടുത്തു, പക്ഷെ ഒഴിവുകൾ കുറവാണ് എങ്കിൽ ഏറ്റവും അർഹതയുള്ള കുറച്ച് ആളുകൾക്ക് ലഭിക്കും, മറ്റുള്ള ആളുകൾക്ക് ലഭിക്കില്ല. അപ്പോൾ മുമ്പ് അപേക്ഷിച്ചിട്ട് ലിസ്റ്റിൽ വന്നു, പിന്നീട് അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ വീണ്ടും അപേക്ഷ നൽകണം.